കുട്ടികൾ LBSൽ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾ അവരുടെ അഡ്മിഷൻ്റെ സാധ്യതകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എന്നാൽ നമുക്കിത് ഒരിക്കലും ഉറപ്പു പറയാൻ കഴിയില്ല. പകരം കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻഡെക്സ് മാർക്കുമായി കമ്പയർ ചെയ്ത് നോക്കാൻ മാത്രമേ കഴിയൂ. എങ്കിൽ തന്നെ ഈ വർഷം +2വിൻ്റെ വിജയ ശതമാനവും ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇൻഡെക്സ് മാർക്ക് 290 കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൽ ഇപ്പോൾ 293 295 അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയാൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ എന്ന അവസ്ഥ വരും. അതുപോലെ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണ് LBSൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മുന്നേ ഉള്ളതിനേക്കാളും ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇൻഡെക്സ് മാർക്കിന് എത്ര റാങ്കാണ് എന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഒരേ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും റാങ്ക് വളരെ വ്യത്യസ്തമായാണ് വരുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം LBSൽ അപ്ലൈ ചെയ്ത കുട്ടികളിൽ 300-ൽ 300 മാർക്കുമുള്ള 734 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 734 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്ക് 300 ആയിരുന്നു. അതുമാത്രമല്ല, ഈ വർഷത്തെ കുട്ടികൾ മാത്രമല്ല, കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന കുട്ടികൾ പോലും LBSൽ ഈ വർഷവും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ എത്ര കുട്ടികൾക്ക് ഫുൾ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാകാം എന്നോ ഇൻഡെക്സ് മാർക്ക് എത്ര വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടും എന്നോ സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ ഏത് ഇൻഡെക്സ് മാർക്ക് വരെ കിട്ടും എന്നോ ആർക്കും ഇപ്പോൾ പറയാനാവില്ല. എന്നിരുന്നാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഗവൺമെൻറ് കോളേജുകളിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇത് നഴ്സിംഗിൻ്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റാണ്. നമുക്കിതൊന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ആദ്യ 8 പേരും മുഴുവൻ ഇൻഡെക്സ് മാർക്ക് ലഭിച്ചവരാണെന്ന് കാണാം. അതായത് 300 ഇൻഡെക്സ് മാർക്കുള്ള 700-ൽ കൂടുതൽ കുട്ടികളുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 80 സീറ്റുകളാണ് ഇവിടെ നഴ്സിംഗിനുള്ളത്. 298.34 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനമായി അഡ്മിഷൻ ലഭിച്ചത്. ആ കുട്ടിയുടെ റാങ്ക് 1302 ആണ്. പക്ഷേ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് 19ാമത്തെ അലോട്ട്മെൻറ്റിൽ 296.67 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിയും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് തയ്യാറാക്കിയ ഡേറ്റയാണിത്. ഇതിൽ ഓരോ കോളേജിലും ഓരോ വിഭാഗത്തിനും ലഭിച്ച ലാസ്റ്റ് റാങ്കാണ് കൊടുത്തിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആകെ 80 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 298.34, EWയിൽ 297.50, ഈഴവ വിഭാഗത്തിൽ 298.33, മുസ്ലിം വിഭാഗത്തിൽ 297.51, ബാക്ക്വേർഡ് ഹിന്ദു 291.66, LC വിഭാഗത്തിൽ 295.01, ധീവര വിഭാഗത്തിൽ 291.66, വിശ്വകർമ്മ വിഭാഗത്തിൽ 298.33, SC വിഭാഗത്തിൽ 286.67, ST വിഭാഗത്തിൽ 256.66. അടുത്തത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജാണ്. അവിടെയും 80 സീറ്റാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ 8 കുട്ടികൾക്കാണ് മുഴുവൻ ഇൻഡെക്സ് സ്കോർ ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 299.17. ആലപ്പുഴയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന കട്ട് ഓഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. റിസർവേഷൻ വിഭാഗത്തിൽ 216.67 മാർക്കിനും ഇവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് എറണാകുളം മെഡിക്കൽ കോളേജാണ്. ഇവിടെ ആകെ 80 സീറ്റ് തന്നെയാണുള്ളത്. 19 കുട്ടികൾക്ക് മുഴുവൻ ഇൻഡെക്സ് മാർക്കും ഉണ്ടായിരുന്നു. അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 299.17. അടുത്തത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഓഫ് ഇടുക്കി. ഇവിടെ ആകെ സീറ്റുകൾ 60 ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാന അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 296.66. 80 സീറ്റുകളുള്ള കോഴിക്കോട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ് അടുത്തത്. ഇവിടെ അഡ്മിഷൻ എടുത്ത 56 കുട്ടികൾക്കും മുഴുവൻ ഇൻഡെക്സ് സ്കോറും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് മെറിറ്റിലും ഈഴവ മുസ്ലിം വിഭാഗങ്ങളിലും മുഴുവൻ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിച്ചത്. ഇവിടെ അഡ്മിഷൻ ലഭിച്ച ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ വിഭാഗങ്ങളിലും ഇൻഡെക്സ് മാർക്ക് വളരെ ഉയർന്നതായിരുന്നു. അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാരിപ്പള്ളി, കൊല്ലം. ഇവിടെ ആകെ 3 കുട്ടികൾക്ക് മാത്രമാണ് മുഴുവൻ ഇൻഡെക്സ് സ്കോറും ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാന ഇൻഡെക്സ് സ്കോർ 298.34 ആയിരുന്നു. അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 296.67 ആണ്. 80 സീറ്റുകളുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ മുഴുവൻ ഇൻഡെക്സ് മാർക്കുമുള്ള 33 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്.
ഇവിടെ ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ വിഭാഗങ്ങളിൽ 299.17 ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ. അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി. ഇവിടെ 60 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെയും മുസ്ലിം മെറിറ്റിലെയും അവസാന ഇൻഡെക്സ് മാർക്ക് 299.17 ആയിരുന്നു. അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 298.33. അത് കഴിഞ്ഞ് പത്തനംതിട്ടയാണുള്ളത്. പത്തനംതിട്ടയിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 295.84. തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ മുഴുവൻ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിച്ചിരുന്നുള്ളൂ. അതുപോലെ EWS, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ വിഭാഗങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് 299.17 ആയിരുന്നു. തിരുവനന്തപുരത്ത് 2 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളാണുള്ളത്. അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം 190. അവസാന ഇൻഡെക്സ് മാർക്ക് 299.17. അടുത്തത് വയനാട് നഴ്സിംഗ് കോളേജാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 297.50 ഇത് ഒഫീഷ്യലായി വന്ന ഡേറ്റയല്ല, ഇത് ഞാൻ തയ്യാറാക്കിയ ഡേറ്റയാണ്. ഇതിൽ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് 2025 ഗവൺമെൻറ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോഴിക്കോട്, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും മുഴുവൻ ഇൻഡെക്സ് മാർക്കും ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 295.84. അതായത് 295 മുകളിൽ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ സ്റ്റേറ്റ് മെറിറ്റിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരുന്നുള്ളൂ. ഈ വർഷത്തെ വിജയ ശതമാനം കൂടിയതിനാൽ 295 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ 297-നും 300-നും ഇടയിലുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് കോളേജിൽ പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത്. EWS വിഭാഗത്തിൽ 290.01 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അവസാനം അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈഴവ വിഭാഗത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ 278.33 ഇൻഡെക്സ് മാർക്കാണ് അവസാനം വന്നത്. അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ 290.84 ഇൻഡെക്സ് മാർക്കാണ് അവസാനം വന്നത്. ലാറ്റിൻ കത്തോലിക് LC വിഭാഗത്തിൽ ഇടുക്കിയിൽ 625.84, ബാക്ക്വേർഡ് ഹിന്ദു BH വിഭാഗത്തിൽ പത്തനംതിട്ടയിൽ 254.17 ആണ് അവസാന ഇൻഡെക്സ് മാർക്കായി വന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ BX വിഭാഗത്തിൽ ഏറ്റവും അവസാനം വന്നത് 294.17 ആണ്. കുമ്പിടി വിഭാഗത്തിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്ക് വന്നത് കണ്ണൂരാണ്, 232.5 ആണത്. ധീവര വിഭാഗത്തിൽ വയനാട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് അവസാന ഇൻഡെക്സ് മാർക്കായി 250.1 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വകർമ്മ വിഭാഗത്തിൽ കാസർഗോഡ് 292.5 ആണ് അവസാന ഇൻഡെക്സ് മാർക്ക്. KN വിഭാഗം അല്ലെങ്കിൽ കുശവൻ വിഭാഗത്തിൽ പത്തനംതിട്ട 212.5 ആണ് അവസാന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത്. SC വിഭാഗത്തിൽ കണ്ണൂർ 216.67 ആണ് അവസാനത്തെ ഇൻഡെക്സ് മാർക്കായി വന്നിട്ടുള്ളത്. ST വിഭാഗത്തിൽ കോട്ടയത്ത് 210 ആണ് അവസാന ഇൻഡെക്സ് മാർക്ക്. ഈ ഡേറ്റ വെച്ച് നമ്മുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ 20,000 മുതൽ 30,000 രൂപ വരെയാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് ഏത് കോളേജിൽ കിട്ടും എന്നത് മനസ്സിലാക്കി കോളേജുകൾ തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.